ചേലക്കര തോന്നൂർക്കര പ്രദേശത്ത് പൊട്ടിച്ച പടക്കങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിന്റെ ഏടുകൾ കൊണ്ടാണ് പടക്കം നിർമ്മിച്ചിട്ടുള്ളത്. തോന്നൂർക്കര പള്ളിയുടെ മുന്നിൽ ഉൾപ്പെടെ വ്യാപകമായി പൊട്ടിച്ച പടക്കങ്ങളിൽ മുസാഫിന്റെ ഏടുകൾ നമ്മൾ കാണാൻ കഴിഞ്ഞു. അതിന്റെ ഭാഗമായി ഞങ്ങൾ അന്വേഷണം നടത്തിയപ്പോൾ എലക്ഷനോടനുബന്ധിച്ച് ആഘോഷങ്ങൾ നടക്കുമ്പോൾ അതിൽ പടക്കമായിട്ട് പൊട്ടിച്ച് തീർക്കുന്നത് പരിശുദ്ധ ഖുർആന് കൊണ്ട് നിർമ്മിച്ച പടക്കങ്ങളാണ്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ കഴിയും. ഈ ഒരു രംഗം കണ്ടപ്പോൾ ഹൃദയത്തിലുണ്ടാക്കിയ വേദന എന്ന് പറയുന്നത് ചില്ലറയില്ല. കാരണം നമ്മളൊക്കെ വുളൂ എടുക്കാതെ പരിശുദ്ധ ഖുർആൻ തൊടാൻ പേടിക്കുന്നവരാണ്. അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അത് ഹറാമാണ്, പടച്ചോൻ്റെ പക്കലിൽ നിന്ന് ശിക്ഷ കിട്ടുന്ന ഒരു കാര്യമാണ്. അതീ ഖുർആൻ നടു റോട്ടിൽ ഇട്ട് പൊട്ടിച്ചിട്ട് ആളുകൾ അതിൻ്റെ മുകളിലൂടെ ചവിട്ടി നടക്കുമ്പോൾ ആ ഒരു രംഗം ആലോചിക്കുമ്പോൾ തന്നെ ഹൃദയത്തിലേക്ക് വരുന്ന വിഷമം എന്ന് പറയുന്നത് അതിഭയാനകമാണ്. പല ആളുകളും ഇങ്ങനെ ചെയ്യുമ്പോൾ പല ആളുകളുടെയും അശ്രദ്ധയാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഒരു കാര്യം. നിങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ കണ്ടു നോക്ക്. ഞങ്ങൾ നിൽക്കുന്നത് ചേലക്കര പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ്. ഇന്ന് 13-ാം തീയതി ഡിസംബർ മാസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ദിവസമാണ്. ഞങ്ങൾ നിൽക്കുന്നത് ഇന്ന് വ്യാപകമായിട്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങളുടെ ഇടയിൽ വ്യാപകമായി പടക്കം പൊട്ടിച്ചത് നമ്മൾ കാണുകയുണ്ടായി. നമ്മുടെ ചേലക്കര തോന്നൂർക്കര പ്രദേശത്ത് പൊട്ടിച്ച പടക്കങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിന്റെ ഏടുകൾ കൊണ്ടാണ് പടക്കം നിർമ്മിച്ചിട്ടുള്ളത്. തോന്നൂർക്കര പള്ളിയുടെ മുന്നിൽ ഉൾപ്പെടെ വ്യാപകമായി പൊട്ടിച്ച പടക്കങ്ങളിൽ മുസാഫിന്റെ ഏടുകൾ നമ്മൾ കാണാൻ കഴിഞ്ഞു. അതിന്റെ ഭാഗമായി ഞങ്ങൾ അന്വേഷണം നടത്തിയപ്പോൾ തോന്നൂർക്കര പാറപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന കൈരളി എന്ന് പറയുന്ന ഒരു പടക്ക കടയിൽ നിന്നാണ് ഈ സാധനം വിറ്റഴിച്ചിട്ടുള്ളത്. ഞങ്ങൾ ആ കടയിൽ നിന്ന് പോയിട്ട് അതിന്റെ മെറ്റീരിയൽ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ധാരാളം മുസാഫിന്റെ ഏടുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ധാരാളം പടക്കങ്ങൾ ആ കടയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അവർ പറയുന്നത് ഇത് അവർ നിർമ്മിച്ചതല്ല, മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്നതാണ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, നാട്ടിൽ സ്പർദ്ധയുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇത്തരം നിർമ്മിതികൾ നടത്തിയിട്ടുള്ള ദുരുദ്ദേശത്തോടു കൂടി നടത്തിയിട്ടുള്ള ആ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുത്ത് മാതൃകാപരമായി അവരെ ശിക്ഷിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ രാജ്യത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു മതസമൂഹത്തെ വ്രണപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകളിലും നിയമപാലകരിലും വിശ്വസിക്കുന്നു. ഈ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ പരാതി കൊടുത്ത് അതിന്റെ റെസീറ്റ് കൈപ്പറ്റിയിട്ടുണ്ട്. ഇതിന്റെ കർശന നടപടികളുമായി അധികാരികൾ മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDP ശക്തമായ സമരവുമായിട്ട് തെരുവോരങ്ങളിൽ ഉണ്ടാകുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളെ കേൾക്കുന്ന മുഴുവൻ ജനാധിപത്യ മതേതര സമൂഹവും നാടിന്റെ മതസാഹോദര്യവും സൌഹൃദവും നിലനിർത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പ്രവണനം നടത്തുന്ന കുറ്റക്കാർക്കെതിരെ പൊതുസമൂഹം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയിക്കുന്നു. കോപ്പി ചോദിച്ചോക്കാം. എല്ലാരും കൂടി പോകണ്ട, ആദ്യം അത് 2-3 പോയാൽ മതി. ചാനലര് വേറെ പറഞ്ഞിട്ടുണ്ട്, അവിടെ പ്രശ്നമില്ലേ? നമ്മള് ചാനലിനെ വിളിച്ചു, ചാനലിനെ അറിയിച്ചിട്ട് അലമ്പാവുമ്പോ അലമ്പില്ലാണ്ട് നമ്മൾ ശ്രമിക്കാം. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നത് എന്തെന്നറിയോ? ലൗ അൻസൽന, നമ്മൾ ഇറക്കുകയാണെങ്കിൽ ഹാദൽ ഖുർആന, ഈ ഖുർആനിനെ നമ്മൾ ഇറക്കുകയാണെങ്കിൽ അലാ ജബലിൻ, അതൊരു പർവ്വതത്തിൻ്റെ മുകളിലാണെങ്കിൽ ലറഅയ്തഹു, ആ പർവ്വതം പൊടിഞ്ഞു പോകുമായിരുന്നു എന്ന്. ഈ ഖുർആനിൻ്റെ അവതരണത്തിനെ കുറിച്ചിട്ടാണ് അള്ളാഹു ഖുർആനിൽ പരാമർശിക്കുന്നത്. അതേസമയം നമ്മുടെ കയ്യിലുള്ള ആ മുസ്ഹഫ്, ആ ഖുർആന് പല ആളുകളും ഇന്ന് നടു റോട്ടിലിട്ട് ചവിട്ടി മെതിക്കാൻ നമ്മൾ സബബാകുന്നു, ഒരു കാരണമാകുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്ത വേദനയാണ് തോന്നുന്നത്. കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മുസ്ഹഫുകൾ,
അങ്ങനെ തന്നെ പറയണം. നമ്മൾ ഉപയോഗിക്കാത്ത മുസ്ഹഫുകൾ അത് നമ്മൾ നേരെ വീട്ടിലേക്ക് ആക്രിക്കാർ വരുമ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ആക്രി കടയിൽ കൊണ്ടുപോയി തള്ളുന്ന ഒരു പ്രവണത ഞാൻ ഈ ഫോട്ടോയിൽ കണ്ട ആ ഒരു ഖുർആനിൻ്റെ പേജുകളിൽ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അതിൽ ഒരുപാട് പേജുകൾ കാണാൻ കഴിയുന്നത് എന്തെന്നറിയോ? പഴയ പേജുകളാണ്. അതായത് ചിലപ്പോൾ ആക്രിക്കടയിൽ നിന്നൊക്കെ സ്വരൂപിച്ചെടുത്ത ചില ഭാഗങ്ങൾ എന്ന് പറയാം. ഇത് നമ്മളെടുത്ത് വന്ന മിസ്റ്റേക്ക് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. നമ്മളെടുത്ത് വന്ന വലിയൊരു ഫാൾട്ട്. പരിശുദ്ധ ഖുർആനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നു. അതിന് വേണ്ട ബഹുമാനം കൊടുക്കാതെ ആക്രിക്കടയിലേക്ക് കൊണ്ടുപോയി തള്ളുന്നു. അവിടെ നിന്ന് ഇതുപോലെയുള്ള ആളുകൾ ഖുർആനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ബഹുമാനിക്കേണ്ടതാണ്, മുസ്ലിമീങ്ങൾ ബഹുമാനിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെയുള്ള പടക്കങ്ങൾ നിർമ്മിക്കുമ്പോൾ ഞാനിവിടെ ആലോചിച്ച് പോകുന്നത് എന്തെന്നറിയോ? കുറച്ച് മുമ്പ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഒരു സ്ഥലത്തേക്ക് പോയി. യാദൃശികമായിട്ടൊരു ആക്രിക്കടയിൽ കയറിയപ്പോൾ ഞാനിവിടെ വീഡിയോ കൊടുക്കാം. ആ സമയത്ത് അവിടെ നമ്മുടെ മക്കൾ മദ്രസയിൽ നിന്ന് പഠിച്ചെടുക്കുന്ന ചില പുസ്തകങ്ങൾ കണ്ടു. നെട്ടിപ്പോയി. കാരണം നമ്മളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന പുസ്തകങ്ങളാണ്. ആക്രിക്കടയിൻ്റെ ഉള്ളിലെ നാഥനില്ലാതെ കിടക്കുന്ന രംഗങ്ങൾ കാണുമ്പോൾ വല്ലാത്ത പ്രയാസമാണ് ഹൃദയത്തിലുണ്ടായത്. അപ്പം തന്നെ വീഡിയോ എടുത്തു. ഇവിടെ സ്ക്രീനിൽ ഞാൻ ആ ഒരു ഭാഗങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എന്തോ ഒരു വലിയ വേദനയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്നറിയോ? നമ്മൾ പഠിച്ച പുസ്തകങ്ങൾ, നമ്മുടെ ഖുർആന്, ഇതൊക്കെ വീടിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ കൃത്യമായി സൂക്ഷിക്കുകയാണ് വേണ്ടത്. ചില ആളുകൾക്ക് അപ്പോൾ ഇവിടെ ഒരു സംശയം ഉണ്ടാവും, ഉസ്താദെ പഴയ ഖുർആനൊക്കെ എന്താണ് കാട്ടേണ്ടത്? ഒരുപാട് മുസ്ഹഫുകൾ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട് ചിലർ. അങ്ങനെയുള്ള ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും ഈ ഒരു കാര്യം ചെയ്യുക. നിങ്ങൾ ഓതാത്ത, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത മുസ്ഹഫ് ആണ് എങ്കിൽ ആ മുസ്ഹഫ് നിങ്ങൾ കൃത്യമായി സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം പോലും പുറത്തു പോകാത്ത രൂപത്തിൽ കത്തിച്ച് അതിനെ ചാരമാക്കുക. എന്നിട്ട് ആ ചാരമെടുത്ത് കൊണ്ടുപോയിട്ട് ഒഴുക്കുള്ള പുഴയിലേക്ക് അത് ഒഴിച്ചുകൊണ്ട് അത് കലക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ പുഴയിൽ നിങ്ങളത് കലർത്തുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മൾ ഒരിക്കലും തന്നെ പരിശുദ്ധ ഖുർആനിനെ കൊണ്ടുപോയിട്ട് നാലാളുകൾക്ക് നടു റൂട്ടിലിട്ട് ചവിട്ടി മെതിക്കാനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. പരിശുദ്ധ ഖുർആനാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആൻ ഇറങ്ങിയത് അള്ളാഹുവിൻ്റെ റസൂലിലേക്കാണ്. റസൂലുള്ള ഖുർആൻ ഇറങ്ങിയപ്പോൾ നമുക്ക് ചരിത്രം അറിയാമല്ലോ. ആദ്യമായിട്ട് ഖുർആൻ ഇറങ്ങിയ സമയത്ത് അള്ളാൻ്റെ റസൂല് വല്ലാതെ പേടിച്ച് ഭയപ്പെട്ട് പനിച്ച് വിറച്ചുകൊണ്ട് ഹിറാ ഗുഹയിൽ നിന്ന് ഇറങ്ങി ഓടിയത് ഖദീജ ബീവിയുടെ ചാരത്തേക്കാണ്. സമ്മിലൂനീ ഖദീജ, എന്നെ പുതപ്പിട്ടെന്ന് മൂട് ഖദീജ എന്ന് അള്ളാൻ്റെ റസൂല് ഖദീജ ബീവിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഖുർആനാണ് ഇന്ന് പലരും നടു റൂട്ടിൽ ചവിട്ടി മെതിക്കുന്നതായിട്ട് കാണുന്നത്. അള്ളാൻ്റെ പൊരുത്തുണ്ടാവില്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഇനി ഇതുപോലെയുള്ള ആളുകൾക്ക് പരിശുദ്ധ ഖുർആനെ ചവിട്ടി മെതിക്കാൻ നമ്മൾ കൊടുക്കരുത്. കാരണം അത് നമ്മുടെ ഹബീബിൻ്റെ മുഅ്ജിസത്താണ്, കിതാബാണ്, നമ്മുടെ റസൂലുള്ളാൻ്റെ നമുക്കിറക്കപ്പെട്ട ഖുർആനാണ്. അതിന് കൊടുക്കേണ്ട ആദരവ്, ബഹുമാനം അത് കൊടുക്കുക തന്നെ വേണം. അതല്ലാത്ത പക്ഷം പടച്ചോൻ്റെ അടുത്തുനിന്ന് അതികഠിനമായിട്ടുള്ള ശിക്ഷകൾ നമ്മൾ നേരിടേണ്ടി വരും. അറിഞ്ഞോ അറിയാതെ പോലും നമ്മൾ ഇതിൻ്റെ ഭാഗവത്താവരുത് എന്ന് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.